ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ചെയ്ത് വെക്കേണ്ടതും നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ ഫോൺ ഒന്നും കൂടി സെക്യൂർ ആക്കാൻ, നമ്മുടെ ഫോൺ മിസ്സായി കഴിഞ്ഞാൽ അത് ആരും ഉപയോഗിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ ആ ഫോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ, പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് ടിപ്സുകൾ, അതാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫോൺ സ്റ്റോറേജ് എങ്ങനെ ഫ്രീ ആക്കാം എന്ന് നോക്കാം. അതായത് നമ്മൾ ഫോണ് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ നമ്മൾ ഒഴിവാക്കി, കുറേ ഡാറ്റാസ് നമ്മൾ ഡിലീറ്റ് ആക്കി. പക്ഷേ നമ്മൾ ക്ലിയർ ക്യാച്ച് ചെയ്തു, ക്ലിയർ ഡാറ്റ ഒക്കെ ചെയ്തിട്ടും പോകുന്നില്ല. ഡാറ്റ അങ്ങോട്ട് നമ്മൾ വിചാരിച്ച പോലെയാണ് ഫ്രീ ആവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ് നമുക്ക് വരുന്നതെങ്കിൽ, നമ്മൾ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്പിനെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെങ്ങനെ നോക്കുക, അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് പ്ലേ സ്റ്റോർ ഓപ്പണായി വരുമ്പോൾ ഇവിടെ നമ്മൾ പ്ലേ സ്റ്റോറിൻ്റെ ആ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ്. അത് രണ്ടാമത്തെ തന്നെ, ഫസ്റ്റ് തന്നെ മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ്. അതിലിങ്ങനെ നോക്കുമ്പോൾ അതിൽ ഓവർവ്യൂ ഉണ്ട്, മാനേജ് ഉണ്ട്. അതിൽ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് മാനേജിലാണ്. മാനേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷനുകളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആൾ ഡിവൈസ്, ദിസ് ഡിവൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ട് ഇൻസ്റ്റാളഡ് എന്നൊരു ഓപ്ഷൻ കാണും. ആ നോട്ട് ഇൻസ്റ്റാൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ ഇവിടെ തന്നെ വർക്കിംഗ് ആയി കിടക്കുന്നുണ്ട്. വർക്കിംഗ് മീൻസ് ഇത്രയും MB ഡാറ്റ യൂസ് ആക്കിയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെല്ലാത്തിനെയും നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കണം. ഇതിനെല്ലാത്തിനെയും ഒഴിവാക്കുക പറഞ്ഞാൽ ഓരോന്നിനും ടിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ഉണ്ടല്ലോ, അതിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ മതി, റിമൂവ് ആയി കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത്രയും MB നമുക്ക് ലാഭം കിട്ടും, അത്രയും MB നമുക്ക് ഫ്രീ ആയി കിട്ടും. ഇതാണ് നമ്മൾ ഡാറ്റ, നമ്മൾ ഫോൺ സ്റ്റോറേജ് ഫ്രീ ആക്കാനുള്ള ആദ്യത്തെ ഓപ്ഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇനി നമുക്ക് നമ്മുടെ ഫോൺ മിസ്സായി കഴിഞ്ഞാൽ ആ ഫോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്താൽ സെർച്ചിൽ ഇങ്ങനെ വരും. അപ്പോൾ അതിൽ യൂസ് ഫൈൻഡ് മൈ ഡിവൈസ് ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതെപ്പോഴും ഓണാക്കി തന്നെ വെക്കുക. അത് ഓണാക്കി വെക്കുക. അങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഏത് ഭാഗത്താണുള്ളത് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. ഇത് അധികം പേർക്ക് അറിയുന്നതാണ്, പക്ഷേ അറിയാത്ത പേര് പലരും ഉണ്ടാവും. അപ്പോൾ ഓക്കെ. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മുടെ ഫോണിൽ നമുക്ക് ഇഷ്ടംപോലെ ഗെയിം കളിക്കണമെന്നുണ്ട്, പക്ഷേ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. നമ്മൾ ഫോണിൽ സ്റ്റോറേജ് വളരെ കുറവാണ്, പക്ഷേ നമുക്ക് ഗെയിം കളിക്കും വേണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. അത് ഏത് ഗെയിം വേണമെങ്കിലും, ഏത് ഗെയിമായാലും പ്രശ്നമില്ല. നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ, നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് സ്പേസ് കളയാതെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം എടുക്കുക. അത് നമ്മൾ ജസ്റ്റ് പോക്കി ഗെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നൊരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ ഗെയിംസ്. നമ്മൾ ഉദ്ദേശിച്ച ഗെയിംസ് ഏതാ കൊണ്ട് സെർച്ച് ചെയ്യാം, വേണമെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഏത് ഗെയിം വേണമെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത. ഓക്കെ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റോറേജ് ഇങ്ങനെ ഫുള്ളാക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേർക്ക് ഇത് ഫോളോ റിക്വസ്റ്റ് വിട്ടു, ഫോളോ ചെയ്തു. റിക്വസ്റ്റ് പലർക്കും വിട്ടു, പലരും ഫോളോ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു, പലരും
ഒന്നും ചെയ്യാതെ വെക്കുന്നു. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് വിട്ടിട്ട് പെൻഡിങ് കിടക്കുന്നത് ഒരുപാടുണ്ടാവില്ലേ. അപ്പോൾ ആ പെൻഡിങ്ങിൽ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ പെൻഡിങ്ങിലുള്ളവരെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ പ്രൊഫൈൽ എടുത്തിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ അക്കൗണ്ട് സെൻറ്ററി വരിക. അക്കൗണ്ട് സെൻറ്ററി വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കാണാൻ പറ്റും ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഓർ ട്രാൻസ്ഫർ ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അവൈലബിൾ ഇൻഫർമേഷൻ സം ഓഫ് യുവർ ഇൻഫർമേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നതിന് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ടു ഡിവൈസ് ട്രാൻസ്ഫർ ടു ഡെസ്റ്റിനേഷൻ. അത് ഡൗൺലോഡ് ടു ഡിവൈസ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഡേറ്റ് റേഞ്ച് എന്നുണ്ടാവും, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ വിളിക്കുമ്പോൾ നമ്മൾ ഏത് വർഷത്തേനും ഏത് സമയത്താണ് വേണ്ടത് എന്നായിരിക്കും ചോദിക്കുന്നത്. അതിൽ നമ്മൾ ആൾ ടൈം കൊടുക്കുക. ആൾ ടൈം എന്നിട്ട് സേവ് ആക്കുക. ആൾ ടൈം കൊടുത്ത് സേവ് ആക്കിയിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ഫയൽ കൊടുക്കുക. ക്രിയേറ്റ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ, അതേപോലെ അടിയിൽ ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നുണ്ടാവും. ഇൻ പ്രോഗ്രസ്, അത് ഇൻ പ്രോഗ്രസ്സിലാണ്. അത് പ്രോഗ്രസ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ക്യാൻസൽ എന്നുള്ള ഇതുണ്ടല്ലോ, അവിടെ നമുക്ക് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഇൻഫർമേഷൻ എന്നൊരു ഇതുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഫോൾഡറായിട്ട് ഓപ്പൺ ആവുക. അത് HTML ആയിട്ടുള്ളൊരു ഫയലായിട്ട് ഓപ്പൺ ആവുക. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ഇൻഫർമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ റിക്വസ്റ്റ് ഫോളോവേഴ്സ് ആൻഡ് അൺഫോളോവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആരുടെയൊക്കെ റിക്വസ്റ്റ് അടച്ചു, ആരൊക്കെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലെ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.